നമസ്കാരം. ശ്രീ മുരുക ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. ചാമുണ്ഡിയമ്മ, ഭദ്രകാളി മുതലായ 30 കോടി ഭാവങ്ങളുണ്ടല്ലോ. ഇപ്പൊ പറയുന്ന ദേവിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ചില ക്ഷേത്രത്തിൽ നിന്ന് സ്ഥിരമായി തൊഴുതു വന്ന് അവർക്കൊരു പവർ കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മറ്റൊരാളോട് പറയും, ഞാൻ ഇന്ന സ്ഥലത്തുള്ള അമ്മയുടെ ആളാണ്, നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ പണി തരും, നിന്നെ വേല വെച്ച് തരാം എന്ന് പറയുന്നത് ദേവിക്ക് ഇഷ്ടമേ അല്ല. ദേവി കേട്ടതായി ഭാവിക്കില്ല. ക്ഷേത്രത്തിൽ ചെന്ന് കരഞ്ഞു കരയുന്നത് ദേവിക്ക് ഇഷ്ടമല്ല. മാംസാഹാരം കഴിക്കുന്നത് ദേവിക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനൊരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് ആ ക്ഷേത്രത്തിൽ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ളവരെ പണിഷ് ചെയ്യാൻ നമ്മൾ പറയാനേ പാടില്ല. അമ്മ ഇന്നാർക്ക് ഇന്ന പണി കൊടുക്കണം, എനിക്ക് ഭയങ്കര ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ കേസ് ബാധിക്കണേ, ജഡ്ജി ലീവ് എടുക്കണേ, ഇതൊന്നും ദേവിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഓർമ്മിച്ചാൽ പറയാവുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെയേറെ വ്യക്തിത്വം നിലനിർത്തുന്നതിനായി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ദേവിയോട് പറയേണ്ടത് ദേവിയെ പറ്റിയുള്ള കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ അഷ്ടോത്തരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് ദേവിക്കിഷ്ടം. ദേവിയെ നമ്മൾ ചെന്ന് തൊഴുന്നു, മാല കൊടുക്കുന്നു, പട്ടുന്ന നടയിൽ വയ്ക്കുന്നു, വല്ലപ്പോഴും നമ്മൾ പാൽപ്പായസം വയ്ക്കുന്നു, ചിലർക്ക് കടുംപായസം കൊടുക്കുന്നു. ഇതൊക്കെ ദേവി ശ്രദ്ധിക്കും. ദേവി നോക്കോ, ഇവനിങ്ങനെ വന്ന് എന്നിട്ട് ബുദ്ധിമുട്ടിക്കാണല്ലോ, ഇവൻ്റെ പ്രശ്നത്തിൽ ഇടപെടാം എന്ന് അപ്പോൾ ദേവി തീരുമാനിക്കും. അല്ലാതെ അറിയുന്നത് കൊണ്ടോ വേറൊരാളിനെ ശിക്ഷിക്കാൻ പറയാനോ നമുക്ക് അവകാശമില്ല. ആഹാര കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാംസാഹാരമൊന്നും ദേവിക്ക് ഇഷ്ടമല്ല. നമ്മൾക്ക് കാണിക്കേട്ട് 1 രൂപയെങ്കിലും കാണിക്കേട്ടും തൊഴുതെറ്റ് വന്നാലും ദേവി ശ്രദ്ധിക്കും. നമ്മൾ എന്തിനു ചെന്നു, നമ്മുടെ മനസ്സിൽ എന്താണ്, എൻ്റെ ഭക്തയുടെ മനസ്സിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്, അവളുടെ കണ്ണീര് ഉള്ളിലാണ് കണ്ണീര്, അവളുടെ പ്രശ്നത്തിൽ ഇടപെടണമല്ലോ എന്ന് അങ്ങനെയാണ് ദേവിക്കോ ദേവനോ തോന്നുന്നത്. പ്രധാനമായും ഈ ഭദ്രകാളി എടുത്തു പറയേണ്ട കാര്യമാണ്. അവരുടെ പാട്ടുകൾ, അവരുടെ ഗീതങ്ങൾ, അവരുടെ ശ്ലോകങ്ങൾ ഇതൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ ദേവി ശ്രദ്ധിക്കും. നമ്മൾക്ക് ദേവി പരിഹാരം ഉണ്ടാക്കി തരും, സംശയിക്കുകയേ വേണ്ട.